അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖം. ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താണ് ചുറ്റിക്കളി? ബർത്ത്ഡേ ആണ്. അറിയാലേ. ഇത് നിങ്ങളെ ഷോറൂമാ? സ്വന്തമാണ് അല്ലേ? സ്വന്തം പരിപാടിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വകുപ്പ് അതൊക്കെ ഞാൻ പറയാം. 7 വർഷമായി ഇതിൽ തന്നെ സ്വന്തം. ഇതിൽ തന്നെ. അപ്പൊ സൗദിയിൽ എന്താ? സൗദിയിൽ ഹൗസ് ഡ്രൈവറായിട്ട് പോയി. അവിടെ ആകെ ഒറ്റ ഫ്രണ്ട് ഉണ്ടായിരുന്നുള്ളൂ? അല്ലല്ല, അവിടെ ഒരുപാട് ആളുകൾ. ഒരുപാട് ആൾക്കാർ പേര് മറന്നിട്ട് പറയാൻ ഒരുപാട് ആളുകൾ. ഞാൻ വാങ്ങിയില്ല. ഏത് ഓപ്പാണ് ആരും ഇങ്ങനെ കിട്ടണം. ബർത്ത്ഡേ മറന്നിരുന്നു. വൈഫ് വിളിച്ചപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത്. പണിത്തിരക്കിൽ ഇങ്ങനെ മൈൻഡ് കിട്ടിയെന്ന് നമുക്ക് പ്രവാസികൾക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മള് വരുമ്പോ രസല്ലേ? അതെ, തീർച്ചയായിട്ടും സന്തോഷം. ഞാനിപ്പോ ഒന്ന് വിളിച്ചപ്പോ ആരാണെന്നുള്ള മനസ്സിലാവുന്നില്ല. പ്രാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശരി, അതെ. കുറച്ച് ഇങ്ങനെ ഒരു സന്തോഷങ്ങൾ ഇത് സർപ്രൈസിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സർപ്രൈസ് കിട്ടില്ല. ഒന്നാമത് ബർത്ത്ഡേന്റെ സമയം ഓർമ്മയിൽ ഉണ്ടാവില്ല മൈൻഡിൽ. ഞാൻ ഒന്ന് വൈഫിനോട് പറഞ്ഞിരുന്നു അടുത്ത ബർത്ത്ഡേക്ക് ഇൻഷാല്ലാ നമുക്ക് നാട്ടിൽ ഞാൻ മാക്സിമം ശ്രമിക്കാന്ന് പറഞ്ഞു. അടുത്ത ബർത്ത്ഡേക്ക് കാര്യങ്ങൾ അറിയാത്താട്ടെ. ഞാനൊരു കാര്യം തരാം. ഇപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ഗസ് ചെയ്യ ആരാന്നുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് ഞാൻ തന്നെ തരാൻ പറഞ്ഞു. അതിന് പേര് എഴുതിയിട്ട് അതിമെന്താ എഴുതിയേക്കെന്ന് അറിയോ? നൻപൻ. നൻപൻ എന്ന് പറഞ്ഞാല് തമിഴാണ്. വേണ്ടപ്പെട്ട ആള് തന്നാണത്. ആരാണ്? എവിടുന്നാണ് കിട്ടിയേക്കണത്? സൗദിയിൽ നിന്നാണ്. അപ്പൊ ഗസ്റ്റ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിച്ച്. മെയ്ഡ് ഇൻ സൗദിയാണ്. ഷർട്ടിന്റെ അളവ് നാളെ ചോദിച്ചു. നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് ഇഷ്ടായോ? ആദ്യമായിട്ടാണ് എനിക്ക് ഇപ്പൊ 33 വയസ്സായി. ആദ്യമായിട്ടാണ് ഭാഗത്ത്. എന്താ നീ നൻപനോട് പറയാനുള്ളത്? എന്തായാലും ഓക്കെ, സന്തോഷം. എന്താ സന്തോഷം പേഴ്സണലായിട്ട് പറയാനോ? പേഴ്സണലായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെ, എന്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് രണ്ടാളും നാട്ടിലുണ്ടായിരുന്നു. ഞാൻ സാറും കഴിഞ്ഞ നാട്ടുപോക്കിലെ നാട്ടിലിരുന്നു. ഞങ്ങള് 3 മാസം ഞങ്ങൾ രണ്ടാളും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ മാക്സിമം ഒരുമിച്ച് കൂടുതലില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നൻപൻ എന്ന് പറഞ്ഞാൽ തന്നെ കാര്യം പിടുത്തം കിട്ടുന്ന പേര് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതെ അതെ. എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് നൻപൻ്റെ വക. ഒരിക്കലും മറക്കൂല. മറക്കരുത്. സ്വന്തം ആൾക്കാരാകുമ്പോ മറക്കാൻ പാടില്ല. തീർച്ചയായും.